ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫുൾ ഡേ റുട്ടീനായിട്ടാണ്. ഇതിലെ ഒരുപാട് വിശേഷങ്ങളും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോത്തുങ്കാൽ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കാം. അന്നത്തെ ദിവസത്തിലെ രാവിലെ ഉമ്മിത കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിക്കാണ്, കുട്ടികൾക്ക് ടിഫിനിലേക്കുള്ള ഫുഡ് ഐറ്റംസ് റെഡിയാക്കാൻ വേണ്ടിക്കാണ്. ഉമ്മുണ്ടെങ്കിലേ എനിക്ക് രാവിലെ ഭയങ്കര ആശ്വാസമാണ്. ഉമ്മ ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കും. പിന്നെ അവിടെ കണ്ടതിൽ കുറച്ച് ഡ്രസ്സ് ഐറ്റംസ്, കുറേ ഡ്രസ്സ് ഉണ്ട് അലക്കിയിട്ട് ആറിടാനുള്ളതാണ്. അതെല്ലാം ഒന്ന് ആറിടണം. അതുപോലെ തന്നെ ഉമ്മിപ്പം വീട്ടിലുള്ളതാണെന്നുണ്ടെങ്കിൽ മുഹമ്മദിൻ്റെ കാര്യങ്ങൾ ഉപ്പ നോക്കും കേട്ടോ. അങ്ങനെ ഇതാ ഉമ്മ ഫുഡ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ബാക്കിയുള്ള പണിയിലേക്ക് പോകലാന്ന്. ഇനിയിപ്പം മുഹമ്മദിൻ്റെ അയൺചയിലും കാര്യങ്ങളെല്ലാം ഒന്ന് ഉപ്പിത ന്യൂസ് കാണുന്നുണ്ട്. മുഹമ്മദ് എണീച്ചിട്ട് വന്നിട്ട് ഉപ്പാൻ്റെ മടിയിൽ കിടന്നിട്ട് ഓൻ്റെ എന്താ പറയുക കാർട്ടൂണെങ്ങാനും കാണലാന്ന്. ഉപ്പിയുമ്മ ഉണ്ടെങ്കിലും എനിക്കങ്ങനെ രാവിലെ അങ്ങനെ കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെന്താ, ഇന്ന് മക്രോണിയാണ് കേട്ടോ ടിഫിലേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്കൊരു കമൻ്റ് ആണ് ഇട്ടിട്ടുണ്ടായിന്. ഒന്നല്ല, ഞാൻ എന്താ പറയുക ഉമ്മ ഉണ്ടാകുന്ന ടൈമിൽ കിച്ചണിൽ കയറിയിട്ട് പണിയെടുക്കുന്ന ടൈം അധികം എനിക്ക് വരുന്ന കമൻറ്റാണ്. ഒന്നോ രണ്ടോ കമൻറ്റ് വരും. നമ്മളെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഉമ്മയെല്ലാം ഉണ്ടാകുമ്പം റെസ്റ്റ് എടുക്കലാന്ന്, ഒരു പണിയെടുക്കില്ല, ഉമ്മ തന്നെയാണ് എല്ലാ പണിയും എടുക്കാന്ന്. അത് ഞാൻ ദുബൈയിൽ പോയ വീഡിയോസിലും ഉണ്ടായിട്ടുണ്ടായിന്. ലാസ്റ്റ് ഉമ്മാൻ്റെ വീട്ടിൽ പോയാൽ ഞാൻ കിച്ചണിൽ കയറിയിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടില്ലേ, ആ ഒരു വീഡിയോയിലും ഉണ്ടായിനെ. അതിന് മുമ്പായിട്ട് ഉമ്മിതാ ഫ്രൂട്ട്സിലെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വിനെഗറിൽ ഇട്ട് വെക്കലാന്ന് കേട്ടോ. എന്താ പറയുക, വിനെഗർ ഒഴിച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കലാന്ന്. കാര്യം എന്താ പറയുക, തലേദിവസം ഫ്രൂട്ട് കൊണ്ടാണ്ട് അങ്ങനെ തന്നെ വെച്ചതാണ്. പിന്നെ പിറ്റേ ദിവസം ഇടാമെന്ന് വിചാരിച്ച് കാര്യം മുന്തിരിയെല്ലാം തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പോയി പോലെ. അങ്ങനെ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെക്കലാണ്. പിന്നെ ഉമ്മ ഉണ്ടാകുമ്പോൾ എന്തിനാ കുക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയുന്നതാണ്. ഉമ്മ ഉണ്ടാകുമ്പം ഉമ്മാനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ അവരുടെ പണി കൂടുതൽ എളുപ്പമാവും. ഉമ്മ എല്ലാം ചെയ്യും, എന്നാലുമില്ലേ ഞാൻ എൻ്റെ എൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഹെൽപ്പും ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ചിക്കനെല്ലാം കഴുകിയിട്ട് മുളക് പുരട്ടി കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ഉമ്മ ചെയ്യും. അപ്പോൾ രണ്ടാൾ കൂടിയിട്ട് ചെയ്യുമ്പം പണികൾ ഈസി ആയിട്ട് മാറും, നമുക്ക് കുറേ സമയം ഇരിക്കാനുള്ള ടൈം കിട്ടും. എന്നാലില്ലേ എന്താ പറയുക, അധികം പണ്ടുമുതലേ കാണുന്നതാണ് ഉമ്മമാർ കിച്ചണിലും മാത്രമൊന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന ഒരു മെറ്റീരിയൽ മാത്രമൊന്ന് ഉമ്മ എന്നുള്ള രീതി. പിന്നെ അവരെ ആരോഗ്യം നശിക്കുമ്പം നമുക്ക് അവരെ ഒരു വാല്യൂ ഇല്ലാത്ത പോലെയാവും. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഉമ്മമാരുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഉമ്മാമ്മമാരുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരൊറ്റയ്ക്ക് കിച്ചണിലാക്കിയിട്ട് നമ്മളെ സുഖം തേടിയിട്ട് പോകാൻ പാടില്ല എന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. നമ്മളെ ഉമ്മമാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും നമ്മളെ മക്കൾ നമ്മളെ ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മളും നമ്മളെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം നമ്മൾ ഉമ്മമാർക്ക് നമ്മൾ എത്ര വാല്യൂ കൊടുക്കുന്നതെന്ന്. എനിക്ക് ഉമ്മാനെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഉമ്മ എന്നെ എല്ലാം ചെയ്യും. പക്ഷേ എൻ്റെ ഉമ്മ വലിയ പ്രായമുള്ള ആളൊന്നുമല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നമില്ല. ഉമ്മ എന്നെ എല്ലാം ചെയ്തോളും, ക്ലീനിങ് ആയാലും കുക്കിംഗ് ആയാലും എനിക്ക് റെസ്റ്റ് എടുക്കാം. പക്ഷേ എനിക്ക് എന്നാലും മനസ്സമാധാനം ഉണ്ടാവില്ല, അപ്പുറം കഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ചിന്ത എനിക്ക് വരുത്തണ്ടേ. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലാത്തവർക്ക് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇല്ലേ നമ്മൾ ഏത് പ്രായമുള്ള ഉമ്മയായാലും ചെറുതാട്ടെ നല്ല പ്രായമുള്ള ഉമ്മയാട്ടെ നമ്മൾ അവരൊറ്റയ്ക്ക് കിച്ചണിലിട്ടിട്ട് പണിയെടുപ്പിക്കാൻ വിടാണ്ട് നമ്മളും കൂടി, അത് ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ, നമ്മളും കൂടി ഉമ്മാനെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് ഒരുമിച്ച് സംസാരിച്ച് കഥകൾ പറഞ്ഞിട്ട് നമുക്ക് കിച്ചണിൽ എൻജോയ് ചെയ്തിട്ട് വേഗം സ്പീഡിൽ പണികൾ തീരുകയും ചെയ്യും. അല്ലാണ്ട് അവർ കുറേ സമയം കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അതല്ലല്ലോ അവരുടെ ജീവിതത്തിനൊരു വാല്യൂ നമ്മൾ കൽപ്പിക്കണ്ടേ. അങ്ങനെ അവർ ചെറുതിലങ്ങനെ ശീലിച്ചിട്ടുണ്ടാവും. നമ്മൾ പാരൻസിനോട് ചെറുപ്പത്തിലെ ഉമ്മമാരെല്ലാം പറയുന്നത്, നീ പെണ്ണാണ്, നീ പണിയെടുക്കണം, നീ കിച്ചണിൽ വർക്ക് എന്താ പറയുക കുക്കിംഗ് പഠിക്കണം, അങ്ങനെ ഇങ്ങനെയൊന്നല്ല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് അവരെ ജീവിതകാലം മുഴുവനും കിച്ചണിലിട്ടിട്ട് പണിയെടുപ്പിക്കാൻ മനുഷ്യത്തുള്ള ഒരു മക്കൾക്കും കഴിയൂല കേട്ടോ. അപ്പം നമ്മൾ ഉമ്മമാരെന്നെ പണിയെടുക്കട്ടെ എന്ന് ചിന്തിക്കാണ്ട് നമ്മളും കൂടി അവരെ ഹെൽപ്പ് ചെയ്യാൻ ഓരോ മക്കളും വിജയിച്ചു കഴിഞ്ഞാൽ ഉമ്മമാരെ ലൈഫും കളർഫുള്ളായിട്ട് മാറും കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഉപ്പ പോയിട്ടുണ്ട്, മക്കളെയും കൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കാൻ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പൊത്തുങ്കാൽ ഉണ്ടാക്കിയെടുക്കലാണ്. പൊത്തുങ്കാൽ കുറേ നാളായി ഞാൻ ഒരിക്കൽ ഉമ്മാൻ്റെ വീട്ടിലുള്ളവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിന്, പക്ഷേ അത് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇന്നെന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് എൻ്റേതായ സ്റ്റൈലിൽ, എൻ്റെ അല്ല ഉമ്മൻ്റേതായ സ്റ്റൈലിലുള്ളൊരു പോത്തുങ്കാൽ റെസിപ്പിയാണ് കേട്ടോ. ഉമ്മ റെസിപ്പിയെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇതുണ്ടല്ല എൻ്റെ നഖമല്ല സ്കിന്നുണ്ട്, ആ നഖത്തിൻ്റെ ഭാഗത്തുള്ളത് അതില്ലേ ഒരിക്കൽ എന്തോ എന്താ പറയുക കട്ടായി പോയിട്ടുണ്ട്. അതിന് എന്താ പറയുക
ആ ഒരു സ്കിന്ന്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബ്ലാക്ക് കളറാണ്. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ എല്ലാം നമുക്ക് അത് കച്ചറയാണെന്ന് തോന്നുന്ന രീതിയിൽ ഉണ്ടാവും. പക്ഷേ അതങ്ങനെയല്ല കേട്ടോ. എൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു ഭാഗം ബ്ലാക്ക് കളറായിട്ട് വന്നതാണ്. അങ്ങനെ കഴിഞ്ഞല്ല 2-3 ദിവസം മുമ്പേ ഉള്ള വീഡിയോയിൽ അത് മൊത്തത്തിലെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ മുന്നേ ക്ലിയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഭാഗത്ത് സ്കിന്ന് ബ്ലാക്ക് കളർ അടിച്ചിട്ടില്ല, അതങ്ങനെ പോകുന്നില്ല. നഖത്തിൻ്റെ അരുവത്തുള്ളതാണ്, അതാണ് കേട്ടോ. പിന്നെന്താ, ഞാനില്ലേ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം റെഡിയാക്കലാണ്. ഇങ്ങനെ എല്ലാം ഒരുമിച്ച് റെഡിയാക്കി കഴിഞ്ഞാലേ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ കുക്കിങ് ചെയ്യാൻ വേണ്ടിക്ക്. അധികം പോത്തും കാലും കാര്യങ്ങൾ എന്താ പറയുക റെസിപ്പിയിൽ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പണി കഴിക്കൂലേ. പക്ഷേ ഇത് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 3 കാല് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. 5 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 8 ചെറിയ സൈസിലുള്ള തക്കാളി, 2 ബൾബ് വെളുത്തുള്ളി തന്നെ വേണം, ഒരു 5-6 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി എടുക്കുക, 5 പച്ചമുളക്, 5ലും കൂടുതൽ പച്ചമുളക് എടുത്താൽ കുഴപ്പമില്ല, മല്ലിയില, പുതിനയില. പിന്നെ ഇതാ ഈ ഒരു സൈസിലുള്ള പോത്തുംകാലാണ് 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ പോത്തുംകാല് നമ്മൾ വാങ്ങുമ്പോൾ ഇതിൽ മീറ്റും കൂടി വെക്കാൻ പറയണം കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കുക്ക് ചെയ്യണം. ശരിക്കും പോത്തുംകാലെല്ലാം അടുപ്പത്ത് വിറകടുപ്പിൽ വെക്കലാണ് കേട്ടോ നല്ലത്. പക്ഷേ മഴക്കാലല്ലേ, എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക വിറക് കത്തിച്ച് കഴിഞ്ഞാൽ അത് വേഗം കത്തിക്കിട്ടൂല. അത് എനിക്കും ഉമ്മാക്കും അങ്ങനെയാണ്, കുറേ പുക വരുന്നല്ലാണ്ട് കത്തിക്കിട്ടൂല. അപ്പം അത് വേഗം കത്താനുള്ള ടിപ്സും കാര്യങ്ങളായിരിക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് ഈ അടുപ്പിൽ ഫുഡ് ഉണ്ടാക്കാനുള്ളത്. പക്ഷേ വിറക് കത്തിക്കുമ്പം വെറും പുക മാത്രം വരും, കത്തൂല. അതുകൊണ്ട് തന്നെ മെനക്കെടണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗ്യാസിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും ചെയ്യാം. വലിയ കുക്കറിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പോത്തും കാലെല്ലാം വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഗ്യാസ് അടുപ്പിൽ തന്നെ വേഗം കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. 8-9 വിസിൽ വരെ വേവിച്ചാൽ മതി. എന്നിട്ട് വലിയ പാത്രത്തിലിട്ടിട്ട് ഒന്ന് വരട്ടിയെടുത്താൽ മതി. ടേസ്റ്റ് എല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷേ വിറകടുപ്പിൽ വെക്കുമ്പോൾ ആ ഒരു പുകൻ്റെയും കാര്യങ്ങളുടെ എല്ലാം ഒരു സ്മെല്ലെല്ലാം ആകുമ്പോൾ ഒരു ടേസ്റ്റ് കൂടും എന്നെല്ലാം പറയലില്ലേ, അങ്ങനെ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ട് ഇടട്ടോ. അധികം ആൾക്കാർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുന്നെല്ലാം പറയലുണ്ട്. ഇപ്പം തന്നെ ലൈക്കും കമൻറ്റും ചെയ്യട്ടോ. അങ്ങനെ ഉള്ളിയും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പറയിൽ മുന്തിരി കഴുകിയിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുന്തിരി പുഴുങ്ങിയിട്ടുള്ള ജ്യൂസ് നല്ല ടേസ്റ്റല്ലേ കഴിക്കാൻ വേണ്ടിക്ക്. ഞാൻ കുറേ ആയി അങ്ങനെ ചെയ്തിട്ട്, ഇന്ന് എന്തായാലും മുന്തിരി കണ്ടേരം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഐറ്റംസ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കലാണ്. ഇങ്ങനെല്ലാം ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ക്ലീനാക്കി കഴിഞ്ഞാലില്ലേ ഇങ്ങനത്തെ എന്താ കുറേ വലിയ കുക്കിംഗ് എല്ലാം ചെയ്യുമ്പം പണി കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിലേ ആദ്യം വെളുത്തുള്ളിയും കാര്യങ്ങളും ഉള്ളിയെല്ലാം തൊലിച്ചിട്ടാണ് വഴറ്റിയെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പണികൾ എന്താ പറയുക കുക്ക് ചെയ്ത് കഴിഞ്ഞാലും പണി തീരാത്തപ്പോഴത്തെ ഫീലാണ് എനിക്ക് ഉണ്ടാവുക. ഇതെല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ ക്ലീനിങ്ങും കഴിഞ്ഞോടും. അങ്ങനെ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്ലീനിങ്ങിന് ആൾ വന്നെന്ന് പറഞ്ഞവർ ചോദിച്ചിട്ടുണ്ടായിന് ആരെയാന്ന് വിളിച്ചിട്ടുണ്ടായിന്. അതിലേക്കൊക്കെ അറിയുന്ന 2 പേരെ അങ്ങനെ കൊണ്ടുവന്നതാണ്. അങ്ങനെ ക്ലീനിങ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ കയ്യിൽ അവരെ കോണ്ടാക്ട് നമ്പർ ഇല്ല. ഇപ്പം നിങ്ങൾ കണ്ണൂരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിരിക്കൂലേ നിങ്ങൾക്ക്. അങ്ങനെയല്ല, അവരെല്ലായിടത്തും അങ്ങനെ പോകുന്ന ആൾക്കാരൊന്നുമല്ല. കക്ക അറിയുന്ന 2 ആൾക്കാർ അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെന്താ, ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചധികം വേണം കേട്ടോ. കാര്യം നല്ല മസാല വേണം ഇതിന്, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പം 3 പോത്തുംകാല് അധികമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് 2 എണ്ണം മതി.
വലുതല്ലാന്നുണ്ടെങ്കിൽ രണ്ടും വേണ്ട, ഒന്ന് മതി. അപ്പം നിങ്ങൾ ഒന്ന് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റില്ലേ 5-6 ആൾക്കാർക്ക് മീറ്റെല്ലാം വെച്ചിട്ടുള്ള ഒരു പോത്തുംകാലാണെന്നുണ്ടെങ്കിൽ ഒന്ന് മതി. ഒരു പോത്തുംകാൽ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ കുക്കറിലുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പില്ലേ ഒരു പോത്തുംകാലിന് ഒരു 3 ഉള്ളി, 3-4 തക്കാളി, പിന്നെ 2-3 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, ഒരു ബൾബ് വെളുത്തുള്ളി, 5 പച്ചമുളക്, ഇതെല്ലാം കൂട്ടിയിട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിക്ക് 2 ടേബിൾ സ്പൂണും മുളക്, 1/2 ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തത്, 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം മതി കേട്ടോ. ഇതാണ് കറക്റ്റ് അളവ്. അപ്പം നിങ്ങളെ വീട്ടിൽ ഒരു പോത്തുംകാലെല്ലാം വെച്ചിട്ട് വേഗം ഉണ്ടാക്കി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് കുക്കറിലൊരു 8-9-10 വിസിൽ വരെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ മസാല എല്ലാം ഇട്ടിട്ട് ഞാൻ ഇതിൽ കാണിക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. എന്നിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഭയങ്കര ഈസിയാണ് കേട്ടോ. അടുപ്പിൽ തന്നെ വെച്ചിട്ട് കുറേ ടൈം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കുറച്ച് ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ആൾക്കാരെല്ലാം ആണെന്നുണ്ടെങ്കിൽ കുക്കറിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാലും അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ പോത്തുംകാലി കഴിക്കാൻ ആഗ്രഹമാണെന്നാൽ പുറത്ത് പോയിട്ട് തന്നെ കഴിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കണം, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു 2 പോത്തുംകാല് മതിയെങ്കിൽ കുക്കറിൽ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 1 മതിയെങ്കിൽ കുക്കറിൽ ചെയ്തെടുക്കാം. വലിയ കുക്കറിൽ ഉള്ളവർക്ക് അതെല്ലാം ഈസി ആയിരിക്കും. എൻ്റെ കയ്യിൽ വലിയ കുക്കറില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറിയ കുക്കർ എന്താ പറയുക ഉരുളിയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഉരുളിയിലും പെട്ടെന്നാവും, പക്ഷേ കുറച്ച് ടൈം എടുക്കും. ഈ ഒരു പോത്തുംകാൽ ഉൾഭാഗവും എല്ലാം കുക്കായിട്ട് വരണ്ടേ, അപ്പോൾ ടൈം എടുക്കും. അതിനാണ് ഞാൻ പറഞ്ഞത് ഗ്യാസിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു പോത്തുംകാലെല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യലാണ്. ഇപ്പറില്ലേ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉമ്മ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു 2 ചെറുനാരങ്ങയും കൂടി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. മല്ലിയില, എന്താ പറയുക കറിവേപ്പില, പുതിനയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോ. ആ ഒരു ടൈമിൽ ആ ഒരു മുന്തിരിയും കൂടി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ലല്ല, കുറച്ച് മഴയുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ കത്തിച്ച് കൊടുക്കലാണ്. ഇനിയിപ്പം കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ചെയ്യാൻ വേണ്ടിക്ക് നമ്മൾ സാധാരണ ഗൾഫിലെല്ലാം കൊണ്ടുപോകുന്ന ബീഫെല്ലാം ഉണ്ടാക്കൂലേ, പലരും പല ടൈപ്പിലായിരിക്കും ബീഫ് വേവിച്ചിട്ട് ഉണ്ടാക്കുന്നവരായിരിക്കും. പക്ഷേ നമ്മൾ ബീഫ് വേവിച്ചിട്ടല്ല, നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് കുറുക്കിയെടുത്തിട്ട് ഡ്രൈ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോക്കാന്ന് കേട്ടോ. ആ ഒരു മസാല എന്താ പറയുക, ആ ഒരു ബീഫ് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു പള്ളിയിൽ നിന്നെല്ലാം കിട്ടുന്ന ബീഫ് കറിൻ്റെ എല്ലാം ടേസ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു മസാല വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാമെന്ന്. പോത്തുംകാൽ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഉമ്മാൻ്റെ ഒരു സ്റ്റൈൽ കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാനില്ലേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത്ര വെളിച്ചെണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക, കാര്യം ബീഫിൽ നിന്ന് തന്നെ നെയ്യ് ഇറങ്ങി വരും. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കില്ലേ 1 ടേബിൾ സ്പൂണ് ഉലുവ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഒരു ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം, എന്തായാലും ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ബാക്കിയുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. പിന്നെ ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാര്യം ബീഫിന് അത്യാവശ്യം നല്ല വേവുണ്ട്. ആ ഒരു ടൈം തന്നെ ഈ ഒരു ഐറ്റംസ് എല്ലാം നല്ലോണം വെന്ത് വന്നോളും. അപ്പോൾ ഇതാ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തത്, തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇപ്പം തന്നെ അധികം വഴറ്റേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാല സ്പൈസസും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു ടൈമിലേ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കാം. സാധാരണ നമ്മൾ ഉള്ളിയെല്ലാം വഴറ്റി റോസ്മെല്ലെല്ലാം മാറിയിട്ടില്ലേ ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കുക. പക്ഷേ ഈ ഒരു ബീഫ് വരട്ടീന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം, ഇതിപ്പോൾ 3 പോത്തുംകാലായതുകൊണ്ട് 1.5 ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 തന്നെ എന്താ പറയുക കുരുമുളക് ക്രഷ് ചെയ്തത്. ഞാനിപ്പോൾ ഇതാ 4 ടേബിൾ സ്പൂണോളം, 5-6 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു 5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പോത്തുംകാലിന് ഇത് കറക്റ്റ് അളവാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ ഒരു മുളകിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക.
ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പാനിൽ സെപ്പറേറ്റ് ഈ മുളക് മല്ലി ഐറ്റംസ് എല്ലാം വറുത്തിട്ട് ഇതിലേക്ക് തട്ടിക്കൊടുക്കുക കേട്ടോ. അതും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം കൂടി മിക്സായിട്ട് അതിൻ്റെ ഒരു റോ സ്മെല്ല് മാറി നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാൻ. ഗൾഫിലെല്ലാം കൊണ്ടുപോകുന്ന ബീഫ് വരട്ടിയതില്ലേ, സെയിം റെസിപ്പിയാണ്. ഇതിൽ ഞാനിപ്പം പോത്തുംകാൽ ഇട്ട് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നതാണെന്നുണ്ടെങ്കിൽ ഞാനിതിലേക്ക് പീസാക്കിയ ബീഫ് ഇട്ട് കൊടുക്കും. അങ്ങനെ സെയിം തന്നെയാണ് കേട്ടോ. എന്നോട് ചോദിക്കലുണ്ട്, ഞാൻ ഒരിക്കൽ ചെയ്തിട്ടുണ്ടായിന് വീഡിയോ. അപ്പോൾ ഇതാ പോത്തുംകാൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടില്ലേ ഇതിലേക്ക് ഇങ്ങനെ പിടിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പോത്തുംകാലിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അതുപോലെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കും. അന്നേരമില്ലേ ഇതിലേക്കെല്ലാം മിക്സ് ആവും. ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഞാൻ ഇതിപ്പം ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് ഒരു ഉള്ളിയെല്ലാം വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് പോത്തുംകാലൊന്ന് ചുരുങ്ങി പിന്നെന്താ ഇതിൽ വെള്ളവും നെയ്യും കാര്യങ്ങളെല്ലാം ഇറങ്ങുന്ന ടൈം ഇത് എന്താ പറയുക, ഇത് അടിപൊളിയായിട്ട് കാണും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ മിക്സാക്കി എടുക്കലാണ്. ഉരുളിയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടിയിൽ പിടിക്കാണ്ട് നോക്കുക. ബാക്കിയൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കാര്യം നമ്മളിപ്പം ഗ്യാസിലെല്ലാം ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് തന്നെ കുക്കാക്കി എടുക്കുക. ബീഫിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും. നമ്മളിപ്പം ബീഫ് വരട്ടിയതാണ് റെഡിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൾഫിലെല്ലാം കൊണ്ടുപോകുന്ന ബീഫ് വരട്ടിയതാന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഈ ഒരു കാല് വെന്ത് കിട്ടണ്ടേ, അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കലാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ മുന്തിരിയും കൂടി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാത്രം വേണമെന്നുള്ളവർ എൻ്റെ ഇൻസ്റ്റാ ലിങ്ക് ചെക്ക് ചെയ്താൽ മതി. അതിൽ ഞാൻ ഇൻസ്റ്റാ സ്റ്റോറി ചെക്ക് ചെയ്താൽ മതി. അതിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു തിള വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബീഫും കാര്യങ്ങളും എന്താ പറയുക, കാലും കാര്യങ്ങൾ രണ്ട് കയ്യിൽ വെച്ചിട്ടാണ് ഞാനിപ്പം തിരിച്ചിട്ട് കൊടുക്കുന്നത്. കാര്യം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇല്ലേ നമ്മൾ കയ്യിൽ നിന്നാണ് പറയൽ, തവാന്ന് നിങ്ങൾ ചില നാട്ടിൽ തവാന്നല്ലേ പറയാം, അങ്ങനെ. അപ്പോൾ ഇതാ ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മാത്രമേ ഇതിൽ ഫുള്ളായിട്ട് അതിൻ്റെ മസാലയും കാര്യങ്ങളും പിടിച്ചു വരും. അപ്പോൾ ഇതാ ഞാൻ തിരിച്ചിട്ട് കൊടുക്കലാണ്. അപ്പോൾ ഇതിപ്പം ഫസ്റ്റ് തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് പ്രയാസമായിട്ട് തോന്നേ. കുറച്ച് ബീഫെല്ലാം ഒന്ന് കുക്കായി മസാലയും കാര്യങ്ങളെല്ലാം ഇതിലേക്ക് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഇതിപ്പം വെന്തിട്ടില്ല ബീഫ്. കുറച്ച് ടൈം വേവിക്കണം. വെള്ളം നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വേവുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. കാര്യം ഇത് ശ്രദ്ധിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിപ്പം ചെയ്യുന്ന പോലെ ഒന്ന് എന്താ പറയുക, ആ ഒരു നടുഭാഗത്തായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇടയിൽ ഇതൊന്ന് എന്താ പറയുക, മുടിയെല്ലാം ഓപ്പൺ ആക്കിയിട്ട് ഇടയിൽ ആ നടുഭാഗത്തുണ്ടാവില്ലേ, ഒന്ന് തവ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് വീണ്ടും വെള്ളം ആവശ്യമെന്ന് തോന്നിയേരം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാര്യം വെള്ളത്തിൽ കിടന്നിട്ട് ഇത് വേവണം, നല്ലോണം വേവണം. കാര്യം അത്യാവശ്യം നല്ല വേവുണ്ട്. ഞാനിപ്പില്ലേ ഇത് 3-3.5 മണിക്കൂറോളം കുക്കാക്കി എടുത്തിട്ടുണ്ടായിനി. അടുപ്പിലാന്ന് വെക്കുന്നുണ്ടെങ്കിൽ ഇതിലും നല്ലോണം തീയലുണ്ടെങ്കിൽ വേഗം കുക്കായിട്ട് കിട്ടും. പക്ഷേ 3 മണിക്കൂർ 3.5 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ടായിനി. ഇതാ വീണ്ടും വെള്ളം വെച്ചിട്ട് അടിച്ചിട്ട് കൊടുക്കുക. ഇടയിൽ ഇങ്ങനെ മിക്സാക്കി തിരിച്ചിട്ടും മറിച്ചിട്ടും എല്ലാം മിക്സാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇതാ വീണ്ടും ഞാൻ അത് ഓപ്പൺ ആക്കലാണ്. ഇതിപ്പം കുറേ ടൈം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പം അടുത്തടുത്തായിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഫീൽ ആവും. ഇതങ്ങനെയല്ല, ഒരു 15-20 മിനിറ്റ് വേവിക്കും. പിന്നെയും ഞാനത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പുറത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ തന്നെ നിന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടോ അപ്പുറമെല്ലാം പോയിട്ട് ബാക്കിയുള്ള പണികളെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസിൽ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് കുക്കറിൽ വേഗം ഒരു 8-10 വിസിൽ വരെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ, വലിയ കുക്കറല്ലാന്നുണ്ടെങ്കിൽ വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം അത്യാവശ്യം നമുക്കിപ്പം പുത്തങ്കാലി കഴിക്കണമെന്ന് കൊതിയ ഇല്ലവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കലാണ്. അത്യാവശ്യം ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങും. എന്നാലും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കുക. ഞാനിത് വീണ്ടും പറയാൻ കാര്യം, ഇത് നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് റെസിപ്പി നമ്മൾ ചെയ്യുമ്പം ഭയങ്കര പെർഫെക്റ്റായിട്ട് കിട്ടി, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിനി, എല്ലാവർക്കും ഇഷ്ടമായിനി, അങ്ങനെയെല്ലാം പറയുമ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇനിയിപ്പില്ലേ കുട്ടികൾക്കും പാരൻസിനും ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഞാൻ ഷെയർ ആക്കാം.
അധിക പാരൻസിനും നമ്മളെ കുട്ടികളെ എന്താ പറയുക തങ്ങളെ കുട്ടികളെ പറ്റിയിട്ടുള്ള ഒരു പരാതിയാണ് ടീച്ചേഴ്സ് പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്മാർട്ടാണ് പക്ഷേ ക്ലാസ്സിൽ ശ്രദ്ധയില്ല. അതുപോലെ തന്നെയില്ലേ നമ്മളെ കുട്ടികളെ പഠനത്തിലും കളികളിലും എല്ലാം എൻഗേജ്ഡ് ആക്കിയിട്ട് നമ്മളെ കുട്ടികളെ സ്മാർട്ട് കിറ്റാക്കിയിട്ട് വളർത്താൻ വേണ്ടിക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് ആൽബിഡോ അക്കാദമിക് ട്യൂഷന്. നമ്മളെ കുട്ടികളുടെ പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും വലിയ എന്താ പറയുക സൊല്യൂഷന്. നിങ്ങൾക്ക് ആസ്വദിച്ച് പഠിക്കാൻ വേണ്ടിക്ക് കിൻഡർ ഗാർഡൻ പ്രോഗ്രാം ഒരുക്കിയ ഒരു സ്ഥാപനമാണ് ആൽബിഡോ. ഇവിടെ കുട്ടികൾക്കില്ലേ 100% വ്യക്തിഗത ശ്രദ്ധ, ഇൻഡിവിജ്വൽ അറ്റൻഷൻ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പഠന രീതിയായിരിക്കും ആൽബിഡോ ഉറപ്പാക്കുന്നത്. ക്ലാസ് മുറികൾക്കപ്പുറം കുട്ടികൾക്കൊരു സ്വതന്ത്ര പഠന അന്തരീക്ഷം, ഫ്ലെക്സിബിൾ ലേണിംഗ് എൻവയോൺമെൻറ്റ് ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് പരമാവധി ആശ്വാസം നൽകാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അങ്ങനെ അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിലൂടെ പരീക്ഷകൾക്ക് മികച്ച രീതിയിലുള്ള തയ്യാറെടുപ്പ് അവർക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പഠനത്തിലെ പോരായ്മകൾ നികത്താനും ശക്തമായ അടിത്തറ കെട്ടിപ്പടുത്താനെല്ലാം ആൽബിഡോ അക്കാദമിക് കോഴ്സ് കുട്ടികളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ CBSE, IGSE, എന്താ പറയുക IGCSE, ICSE, സ്റ്റേറ്റ്, കാംബ്രിഡ്ജ്, IB തുടങ്ങിയ വിവിധ സിലബസുകളിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്കും പഠന വിഭാഗങ്ങൾക്കെല്ലാം പ്രത്യേക ശ്രദ്ധ നൽകിയാണ് കേട്ടോ ഈ ഒരു ആൽബിഡോ കുട്ടികളെ തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ സ്പീക്ക് കോഴ്സും മാത്രമല്ല ലോകത്തിൽ തന്നെ ഏത് കോണിൽ നിന്നും പ്രഗത്ഭരായ അധ്യാപകരുടെ കീഴിൽ മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് ആൽബിഡോയിലൂടെ നേടിയെടുക്കാനും പറ്റും. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തു. കാര്യം നമ്മളെ കുട്ടികളുടെ ഭാവി നമ്മളെ കയ്യിലാണ്. നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഓരോ പാരൻസിൻ്റെയും കടമയാണ്. അപ്പം ഇല്ലേ ഓൺലൈനായിട്ട് കുട്ടികൾ കളിക്കുന്ന കുറച്ച് നേരം മതി, ഒരു 30 മിനിറ്റ് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ കുട്ടികൾക്ക് ടീച്ചർ ക്ലാസ് എടുത്ത് കൊടുക്കും. അപ്പോൾ നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാലില്ലേ നാളെ നമ്മളെ കുട്ടികൾ നല്ല ഒരു എന്താ പറയുക ഉയർന്ന നിലയിൽ നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കും ഓരോ പാരൻസും. അപ്പോൾ നമ്മളിപ്പം തീരുമാനിക്കുന്ന ഓരോ തീരുമാനമായിരിക്കും നാളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം നമുക്കത് അനുഗ്രഹമായിട്ട് മാറാം. അപ്പോൾ ആരും വേസ്റ്റ് ചെയ്യേണ്ട നല്ലൊരു എന്താ പറയുക അവസരം കേട്ടോ ഈ ഒരു ആൽബിഡോ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും അവരെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ. അപ്പോൾ ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മൾ ബീഫെല്ലാം ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ബീഫെല്ലാം കുക്കായിട്ട് വന്ന ടൈമാണ് ഞാൻ പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നില്ലേ ഞാൻ നമ്മൾ പത്തിലെന്നാണ് പറയൽ, പത്തിലും എന്താ പറയുക പൊറോട്ട പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നെയ്ച്ചോറാക്കാം പുട്ടാക്കാമെന്നാന്ന് വിചാരിച്ചത്. പക്ഷേ ഇല്ലേ പുട്ടിൻ്റെ കൂടി തീർത്തത് എനിക്ക് മറന്നുപോയി. എന്നിട്ടിപ്പോൾ ഇതാ പത്തിലും പിന്നെ ടയർ പത്തിരിയില്ലേ അതാണ് ഉണ്ടാക്കുന്നത്. പോത്തുംകാലിന് അധികം ടയർ പത്തിരിയാണ് അടിപൊളി ടേസ്റ്റ് എന്ന് പറയലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ടയർ പത്തിരി ഉണ്ടാക്കാമെന്ന്. നമ്മൾ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ടുണ്ടാക്കുന്ന പത്തിരിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ പത്തിരിപ്പൊടി റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുതന്നെയാണ് നൂൽപുട്ടായാലും നൈസ് പത്തിരി ആയാലും ഞാനിപ്പം ചുടുന്ന പത്തിരി ആയാലും ടയർ പത്തിരി ആയാലും എല്ലാം യൂസ് ചെയ്യുക. പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ പോത്തുംകാലെല്ലാം വെന്ത് വന്ന് അതിൻ്റെ നെയ്യും കാര്യങ്ങളെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും കൂടി തിരിച്ചിട്ടിട്ട് ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലും ഇട്ട് കൊടുക്കും. അവസാനം വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അപ്പം കറക്റ്റ് ഒരു 3.5 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു പോത്തുംകാല് റെഡി ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഗ്യാസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട, ഒരു 12 വിസിൽ അല്ലാന്നുണ്ടെങ്കിൽ 10-8 വിസിലുകൊണ്ട് തന്നെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ കുക്കാക്കി എടുക്കാൻ പറ്റും. ഇതാണ്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ മല്ലിയിലും പുതിനയിലും കറിവേപ്പിലും, എൻ്റെ കയ്യിൽ പുതിനയിലും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പിലും മല്ലിയിലും കൂടി ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കലാണ്. ഇതാണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീഫ് അടിയിൽ പിടിക്കാണ്ട് ശ്രദ്ധിക്കുക. ഇടയിലൊന്ന് അടിഭാഗം മിക്സാക്കി കൊടുക്കുക. ഇങ്ങനെ ഉരുളിയിലെല്ലാം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ബീഫിൽ നിന്നുള്ള ഓയിലും കാര്യങ്ങളും എല്ലാം നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മസാലയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഉള്ളിയും തക്കാളിയൊന്നും വഴറ്റിയിട്ടില്ല, പക്ഷെ ബീഫിൻ്റെ വേവിൽ ആ ഒരു ഐറ്റംസ് എല്ലാം വഴന്ന് വന്നില്ലേ. ഇതേണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ പൊറോട്ടൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ വേണ്ടിക്ക്. ഇതിപ്പില്ലേ നമ്മൾ ഗൾഫിലേക്കെല്ലാം കൊണ്ടുപോകുന്ന ബീഫ് വരട്ടിയതാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി വരട്ടി നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കും കേട്ടോ. എന്നിട്ട് തണിഞ്ഞ് കഴിഞ്ഞാൽ പാക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് ഐസ് ആക്കി കഴിഞ്ഞാലാണ് നമ്മൾ ഗൾഫിലേക്ക് കൊണ്ടുപോവുക. ഇതിങ്ങനെ പുത്തുംകാലായിട്ടില്ല, ബീഫ് പീസാക്കി കട്ട് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുക.
കുറച്ചധികം തന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പില എന്നിട്ട് ലാസ്റ്റ് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ 2 ചെറുനാരങ്ങ തന്നെ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം കുറച്ചധികം ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ്. ഒരു പൊത്തുംകാലെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അരമുറി ചെറുനാരങ്ങ എല്ലാം പിഴിഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ആ ചെറുനാരങ്ങയും കാര്യങ്ങളും ഞാൻ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ആ ഒരു ടൈമിൽ എനിക്ക് ബാക്കിയുള്ള പണികളും കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലൈഫിൽ ഒരിക്കലെങ്കിലും വീട്ടിൽ നിന്ന് പോത്തുംകാല് റെസിപ്പി ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. കാര്യം നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിലും ഭയങ്കര ടേസ്റ്റുള്ള മസാലയും കാര്യങ്ങളും ആണ്. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അടിപൊളി ടേസ്റ്റാണ്. പൊറോട്ടയിലുണ്ടെങ്കിലേ നല്ല ചൂട് പൊറോട്ടൻ്റെ കൂടെ എല്ലാം ഇത് കഴിച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് റെസിപ്പി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ഏറ്റവും ബെസ്റ്റ് റെസിപ്പി ഏതാണോ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുക. അപ്പം ഞാനിതിൽ തേങ്ങാപ്പാലും കാര്യങ്ങളും ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഉമ്മ ഉണ്ടാക്കുന്ന ബീഫ് വരട്ടിയത് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു മസാല വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിലും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്തതാണ്. അപ്പം വിചാരിച്ചാലും അടിപൊളി ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ലൈഫിൽ ഒരിക്കലെങ്കിലും ട്രൈ ആക്കി നോക്കണം. ഞാൻ ചെയ്യുന്ന ഓരോ റെസിപ്പിയും, മന്തി ആയിക്കോട്ടെ, പുഡിംഗ് റെസിപ്പി ആയിക്കോട്ടെ, എല്ലാം ചെയ്തിട്ട് എല്ലാവരും നല്ല നല്ല അഭിപ്രായം പറയലുണ്ട്. ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറയലുണ്ട്. അതുപോലെ ഇതും നിങ്ങൾ ഒരു പൊത്തുംകാല് വെച്ചിട്ടെങ്കിലും നിങ്ങൾ ട്രൈ ആക്കി നോക്കണം. ബീഫെല്ലാം വാങ്ങുമ്പം കുറച്ച് മീറ്റും കൂടി അതിൽ വെച്ചിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക. അത്രേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാനില്ലേ പുട്ടും കൂറ്റിയെല്ലാം വെച്ചിട്ടുണ്ടായിനെ, പക്ഷേ ഇല്ലേ ഉണ്ടായിട്ടില്ല, പുട്ടുപൊടി ഉണ്ടായിട്ടില്ല. നല്ല ടേസ്റ്റ് അല്ലേ ബീഫ് വരട്ടേൻ്റെ കൂടെ പുട്ടെല്ലാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും ബീഫ് കറിയെല്ലാം. പക്ഷേ ഉണ്ടാകാത്തതുകൊണ്ട് ഞാൻ ഉപ്പാനോട് പൊറോട്ട വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിന്. പൊറോട്ടേൻ്റെ കൂടിയും അടിപൊളി ടേസ്റ്റ് അല്ലേ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ പത്തിൽ ചുട്ടെടുക്കലാണ്. അധികം ഇങ്ങനെ ഞാൻ പത്തിൽ ചുട്ടെടുക്കുമ്പോൾ ഒരുപാട് പേര് പറയലുണ്ട് ഭയങ്കര ഇഷ്ടമെന്ന് ഇങ്ങനെ പത്തിൽ ചുടുന്ന കാണാൻ വേണ്ടിക്കല്ലോ എന്ന്. ഞാൻ കുറേ പ്രാവശ്യം ഇതെങ്ങനെയാണ് ചുടുന്നതെന്നെല്ലാം വീഡിയോയിലെല്ലാം ഷെയർ ആക്കിയിട്ടുണ്ടായിന്. ഇതിൽ ചെറുതിലേ നമ്മൾ ഉമ്മമാരെ ചുടുന്ന കാണുമ്പം അങ്ങനെ നമുക്ക് പ്രാക്ടീസ് ആവുന്നതാണ്. ഞാനെല്ലാന്നുണ്ടെങ്കിൽ ഉമ്മ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഉമ്മ പത്തിലെല്ലാം ചുടുന്നത് ഇങ്ങനെ നോക്കി വെക്കും. അങ്ങനെ പഠിച്ചതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് പത്തിൽ ചുടാനുള്ള വഴി. കാര്യം പേപ്പർ എടുക്കണ്ട, കവർ എടുക്കണ്ട, ഇല്ലാന്നുണ്ടെങ്കിൽ വായിൽ പരത്തണ്ട. നമുക്കിങ്ങനെ ഓട്ടിൽ തന്നെ പരത്തിയെടുക്കുമ്പം ഭയങ്കര ഈസിയാണ്. എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിന് ഓട്ടിൽ പരത്തുമ്പം ഭയങ്കര പ്രയാസമല്ലേ, കവറിൽ പരത്തിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തുകൂടെയെന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നൽ ഇതാണ്. ഇത് പഠിക്കുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും കേട്ടോ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നൽ. പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റും, മടിയും ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ ഈ കണ്ണൂർ ഭാഗത്ത് അധികം വേഗം ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റം ഈ ഒരു പത്തിരിയല്ലോ എന്ന് ഞാൻ അധികം വീഡിയോയിൽ പറയലുണ്ട്. രാവിലെ അധികം ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി കാര്യങ്ങളെല്ലാം തന്നെയായിരിക്കും ഉണ്ടാവുക. കണ്ണൂരിൻ്റെ തന്നെ ഒരുപാട് പുതിയാപ്പിള റെസിപ്പീസും കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട്. കാണാത്തവർ കണ്ടാക്കുക. ഒരുപാട് പേരുണ്ടാക്കിയിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിന്. ഈ ഒരു പത്തിരി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പുഴുങ്ങലരിയും പച്ചരിയും കൂടിയിട്ട് പൊടിച്ചിട്ടുണ്ടാക്കുന്ന ഒരു പൊടിയാണ്. അതുകൊണ്ട് തന്നെ പച്ചരി മാത്രം പൊടിച്ചിട്ടുണ്ടാക്കുമ്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴക്കേണ്ടി വരില്ലേ. അപ്പോൾ ഇതിൽ പുഴുങ്ങലരിയും കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റും കൂടും. അതുപോലെ തന്നെ എന്താ പറയുക, പച്ചവെള്ളത്തിൽ കുഴച്ചാലും മതി. പക്ഷേ ഇത് വെച്ചിട്ട് തന്നെ ഞാൻ നെയ്സ് പത്തിരി ആയാലും അതുപോലെ തന്നെ എന്താ പറയുക ഈ ടയർ പത്തിരിയില്ലേ അത്, നൂൽപുട്ട്, അതെല്ലാം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി വീഡിയോ ഫുള്ളായിട്ട് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുണ്ട്. കാണാത്തവർ കണ്ടോക്കുക. അതുപോലെ തന്നെ ശിവാരി ഏതാണെന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. അതിന് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കിട്ടും കേട്ടോ. ഏത് പുഴുങ്ങലരി ആയാലും കുഴപ്പമൊന്നുമില്ല, കുറുവ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ കൂട്ടുന്നത് കറക്റ്റ് അളവായാൽ മതി. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ പത്തിരിയും കാര്യങ്ങളും എല്ലാം ചുട്ടെടുക്കലാണ്. അതിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മ. അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതെല്ലാം എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. പിന്നെന്താ, നിങ്ങളതിൽ പുട്ടുപൊടിയിലുണ്ടെങ്കിൽ പുട്ടാന്ന് കേട്ടോ ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നൽ. പുട്ടും ബീഫും ഭയങ്കര ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കാം. പുറത്തുനിന്ന് പൊറോട്ടയും കാര്യങ്ങളെല്ലാം വാങ്ങുന്നതിലും നല്ലത് പത്തിരി, ടയർ പത്തിരി, പുട്ട്, നെയ്ച്ചോറ് അതെല്ലാം തന്നെ മതി കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ പൊറോട്ടയും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊറോട്ട വാങ്ങിയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പൊറോട്ട ഉണ്ടാക്കുന്ന റെസിപ്പി വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെന്താ, ഇനിയിപ്പോൾ ഇതാ ഇത് എല്ലാം ചുട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ടയർ പത്തിരിയും കൂടി ഇതിൽ തന്നെ ചുടാന്ന്. ടയർ പത്തിരി ചുടുന്നത് എന്താ പറയുക വായിലയിലാണ് ചുടാൻ. ഞാൻ പക്ഷേ ഇങ്ങനെ തന്നെ കുറച്ച് കട്ടിയിൽ പരത്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിന്.
എളുപ്പത്തിന് വേണ്ടിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിൽ ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, പാത്രങ്ങളുടെ ഡീറ്റെയിൽസ്, പാത്രം എത്തിച്ചേരാൻ കഴിയുമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്നെ പറഞ്ഞുതരാം, ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിന്. അപ്പം ഞാനല്ല കേട്ടോ, സ്റ്റാഫായിരിക്കും അറ്റൻഡ് ചെയ്യുക, എന്താ പറയുക, നിങ്ങളെ മെസ്സേജും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിൽ അവരോട് ചോദിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് പാത്രമാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ നിങ്ങൾക്ക് ഷെയർ ആക്കി തരും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞുതരാം, ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടായിന് മാഷാ അല്ലാഹ്. പക്ഷെ കുറേ ആൾക്കാരെ മെസ്സേജ് വന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇപ്പോൾ ഒരു 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പം അത്രയും ആൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ എന്താ പറയുക, കുറച്ച് ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്താൽ തന്നെ നമുക്ക് മെസ്സേജ് നോക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ വേണ്ടവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മെസ്സേജിന് റിപ്ലൈ തരാത്തവർക്ക് സോറി, കാര്യം എല്ലാവർക്കും ഒരുപോലെ മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ചിലർക്കെല്ലാം ദേഷ്യം പിടിക്കലുണ്ട്, മെസ്സേജിന് റിപ്ലൈ തന്നിട്ടില്ല, കുറേ പ്രാവശ്യമായി മെസ്സേജ് ആക്കുന്നെന്നെല്ലാം പറഞ്ഞിട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുമ്പം ആദ്യം മെസ്സേജ് അയച്ചവരുടെ എല്ലാം തള്ളിൽ പോയിട്ട് നിൽക്കുമ്പോൾ അവർക്ക് അങ്ങനെ നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ എന്തായാലും വേണ്ടവർ മാത്രം കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ വീട്ടിന് റിലേറ്റഡായ സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കുന്നവരുണ്ട്, ഫുഡ് റിലേറ്റഡ് സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കുന്നവരുണ്ട്. അപ്പം ഞാനായിരിക്കില്ല, സ്റ്റാഫായിരിക്കും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിലും മാത്രം കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നവരുണ്ട്. ഡ്രസ്സ് ഇതുവരെ എത്തിയിട്ടില്ല, ഇൻഷാ അല്ലാഹ് എത്തിയാൽ പറയാട്ടോ. അതുപോലെ തന്നെ മാക്സിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. കാര്യം നമ്മൾ കുറച്ച് സ്റ്റോക്കേ ഇറക്കലുള്ളൂ, അത് നേരം തന്നെ തീർന്നു പോക്കുണ്ട്. അപ്പം വേണമെന്നുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. പിന്നെ കോൺടാക്ട് ചെയ്തിട്ട് മെസ്സേജിന് റീപ്ലൈ തരാത്തവർ വിഷമിക്കേണ്ട, 2-3 ദിവസം കഴിഞ്ഞാലായാലും നിങ്ങളുടെ മെസ്സേജിന് റീപ്ലൈ തരും കേട്ടോ. കാര്യമില്ലേ, കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടി നോക്കാൻ മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്, ഒരു സ്റ്റാഫേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജിനും റിപ്ലൈ തരും. ഒരാളെന്നില്ലേ ഒരു 5-6 മാക്സി എടുക്കുന്നവരുണ്ട്, ഒരാൾ തന്നെ 12 മാക്സിയിൽ ഒരുമിച്ച് എടുക്കുന്നവരുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്നതുകൊണ്ടാണ്, സോറി. അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ. നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ഭംഗിയുള്ള മാക്സിയാണ് ഇപ്പോൾ ഇപ്രാവശ്യം ഉള്ളത്. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്തോ കേട്ടോ. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നല്ല അടിപൊളി ഭംഗിയുള്ള പുതിയ മോഡലാണ് കേട്ടോ ഇപ്പം മാക്സി എല്ലാം വന്നിട്ടുള്ളത്. ഹാഫ് സ്ലീവും ഫുൾ സ്ലീവും എല്ലാം വന്നിട്ടുണ്ട്. ഇനിയിപ്പം ടാർപ്പത്തിരിയിലേക്ക് ഇപ്പം നെയ്യും കൂടി പറ്റി കൊടുത്തതിനാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഏകദേശം ആ ഒരു പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം കുറച്ച് ചായയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പില്ലേ നല്ലോണം ടൈം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രി അധികം ഇങ്ങനെ ഹെവി ഫുഡും കാര്യങ്ങളും നമ്മളങ്ങനെ കഴിക്കാൻ നിൽക്കില്ല. രാത്രി എന്തെങ്കിലും ജ്യൂസും കാര്യങ്ങളെല്ലാം കുടിക്കൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാൻ ശ്രമിക്കലുണ്ട് കേട്ടോ. ഇതിപ്പം ഞാൻ വീഡിയോയും കൂടി എടുക്കുന്നതുകൊണ്ടാണ് കുറച്ചുകൂടി ടൈമായ. ഇനിയിപ്പോൾ ഇതാ ചായയും കൂടി കൂട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പിയുമ്മിയെല്ലാം ഉണ്ട് കേട്ടോ. ഉമ്മ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കുന്നുണ്ട്. കുട്ടികളെല്ലാം സ്കൂൾ വിട്ടിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇത് ഞാൻ സെർവ് ചെയ്യലാണ്. ഇതുണ്ടില്ലേ, ടാർപ്പത്തിരി ഞാനൊന്നുകൂടി മുരിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിന്. ഭയങ്കര ചെറിയ സൈസിലല്ല, കുറച്ച് വലിയ സൈസിലാണ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ഇതാ നെയ്ച്ചോറ്, പിന്നെ പത്തിരിക്ക് തേങ്ങാപ്പാൽ മുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പോത്തുംകാലിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് വാഴയില വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിനെ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും, നല്ല പോത്തുംകാൽ വരട്ടിയതാണ്. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ആക്കി നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ ഒരു പോത്തുംകാൽ വാങ്ങിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അളവിൽ ചെയ്തെടുത്തോ. അപ്പോൾ ഇതാ ഇനി ഇത് ഞാൻ വായലിൽ സെർവ് ചെയ്യുന്നതും കൂടി കാണിക്കാം. എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് കഴിക്കുമ്പോഴല്ലേ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം രസം ഉണ്ടാവുക. ഇതുണ്ടല്ലേ നല്ല ബീഫിൻ്റെ ആ ഒരു നെയ്യും കാര്യങ്ങളും എല്ലാം ഇറങ്ങി. ഞാനിതാ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ടെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഭംഗിയില്ലേ, ഒന്ന് കഴിച്ചിട്ട് കൂടി ഞാൻ കാണിച്ചു തരാം. കാര്യമില്ലേ, ഈ ഭാഗത്തുള്ള ലൈറ്റും കാര്യങ്ങളൊന്നും അപ്പുറമില്ല. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊന്ന് കഴിച്ചിട്ടും കൂടി കാണിച്ചു തരാമെന്ന്. പിന്നെന്താ, ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സംഭവങ്ങളല്ലേ അതെല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3.5 മണിക്കൂർ കൊണ്ട് തന്നെ ഇതെനിക്ക് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് വെയിറ്റ് അധികം വന്നിട്ടാ. 2 തവ വെച്ചിട്ട് വേണം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിക്കെല്ലാം.
അപ്പോൾ ഇതാ ഈ ഒരു ഗ്രേവി, ഈ ഒരു മസാല ഉണ്ടില്ലേ നല്ല അടിപൊളിയാണ്. ഞാനൊരു 10 പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബീഫും ആ ഒരു മസാലയും കൂടി മുക്കിയിട്ട് കഴിക്കലാണ്. നല്ല എരിവും നല്ലൊരു മസാലയും കാര്യങ്ങളെല്ലാം ആയിട്ട് അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അത്രയും അധികം പറയാൻ കാര്യം ഇത് അടിപൊളി റെസിപ്പി ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെന്താ, ഇത് ജസ്റ്റ് വീഡിയോ ഞാൻ അധികം എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്, ആ രാവിലെ പ്ലേറ്റിൽ വിളമ്പി ആ ചോറ് പിന്നെ എന്താ ചെയ്തതെന്ന്. അതിൽ ഞാൻ ഉച്ചക്കാവുമ്പോൾ എനിക്ക് ടൈം ഉണ്ടാവില്ല, ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യില്ല. വീഡിയോ എടുക്കാൻ വേണ്ടിക്ക് എല്ലാ സെറ്റപ്പും ആക്കി എടുക്കണ്ടേ. പക്ഷേ രാവിലെ തന്നെ ഞാനത് വിളമ്പി കാണിക്കുന്നത്. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോൻ്റെ ഭാഗത്ത് വരണ്ടാലോ എന്ന് ചിന്തിച്ചിട്ടാണ് കേട്ടോ. അതങ്ങനെ പൊത്തി വെക്കും. എന്നിട്ട് ഉച്ചക്ക് നമ്മളങ്ങനെ കഴിക്കലാണ്. അധികം ഞാൻ രാവിലെ ചോറുണ്ടാക്കൽ കുറവ് തന്നെയല്ലേ. പക്ഷേ ചോറുണ്ടാക്കുന്ന ദിവസം അത് ചൂടോടെ സെർവ് ചെയ്തിട്ട് കാണിക്കുമ്പോൾ നിൽക്കും കൂടി ഇഷ്ടമാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെർവ് ചെയ്തിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ വായിൽ ടേബിളിലെല്ലാം വെച്ച് എല്ലാം എല്ലാവർക്കും ഉള്ളത് സെറ്റ് ചെയ്ത് പിന്നെന്താ ഇത് വിളമ്പലാണ്. ഇനിയിപ്പോൾ 3 വായിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പത്തിരിയും ടയർ പത്തിരിയും പൊറോട്ടയും നെയ്ച്ചോറും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ ഉണ്ടാവും. മാഷാ അല്ലാ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി വിളമ്പി ആ ഒരു മസാലയും കാര്യങ്ങളും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഇപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാവരും വീഡിയോ ഷൂട്ട് ചെയ്യാത്തതാണ് കാര്യം. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെയാണ്, എല്ലാവർക്കും വീഡിയോയിൽ ഇങ്ങനെ എല്ലാ ടൈമും വരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കാര്യം. നമ്മൾ വീട്ടിൽ പല പല കോലത്തിലായിരിക്കും ഉണ്ടാവുക. ഹാഫ് സ്ലീവിൽ ഇട്ടിട്ടുണ്ടാവും, തലയിൽ തട്ടുണ്ടാവില്ല, അങ്ങനെ പല കോലത്തിലായിരിക്കും ഉണ്ടാവുക. ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ മാത്രമേ അങ്ങനെ സെറ്റപ്പായിട്ട് നിൽക്കൂ, എന്താ പറയുക, എല്ലാം കവർ ചെയ്തിട്ടെല്ലാം നിൽക്കും അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാത്തത്. അവരൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ എല്ലാവരും എല്ലാ കോലത്തിലും ഷൂട്ട് ചെയ്യുമ്പം അങ്ങനെ. അപ്പോൾ ഇതാ നമ്മുടെ പോത്തും കാലും ഐറ്റംസും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ടില്ലേ, ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഒരു സംഭവമില്ലേ അത് ഞാനൊന്ന് കുത്തിയിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് അതിനെ. അതും കൂടി കുത്തിയിട്ട് കഴിക്കും മുമ്പേ അത് നിങ്ങൾക്ക് വീഡിയോയിൽ ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷെയർ ആക്കുന്നതാണ്. പിന്നെന്താ, ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം തന്നെയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാം എന്താ പറയുക, ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ഒരു സ്മൈലെങ്കിലും കമൻ്റ് ആയിട്ട് ഇടാം, എന്നാലും നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാമിലീസിനും ഫ്രണ്ട്സിനെല്ലാം ആ വീഡിയോ ഷെയർ ആക്കുക. അപ്പോൾ വീട്ടിലെല്ലാവരും ഒത്തുകൂടുന്ന ടൈം ഇങ്ങനത്തെ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ആക്കി നോക്കുക. നല്ല എന്താ പറയുക, നല്ല രസമല്ലേ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം എല്ലാവരും കൂടി ഉണ്ടാക്കി കഴിക്കുമ്പം. പിന്നെന്താ, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ ബൈ.